പെണ്ണായതുകൊണ്ട് ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കൂടുതൽ വർത്താനം പറയണ്ട. ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഒരു തവണയെങ്കിലും ഞാൻ നല്ല രീതിയിലൊന്ന് എപ്പിസോഡ് തുടങ്ങാൻ നോക്കുമ്പോ എപ്പോഴെങ്കിലും ഇതുപോലത്തെ ഒരു വഴക്കും വയ്യാവലിയും വരും. എന്റെ പ്രശ്നം എന്താ പറ്റും, പക്ഷെ തർക്കിക്കാൻ പറ്റും. ആരാണോ തർക്കിക്കാൻ വന്നത്? ഞാനാണോ? എന്താ ചേട്ടാ പ്രശ്നം? പ്രശ്നമുണ്ട്, പക്ഷെ ഞാൻ അതിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് കാണണം മോള്. ഇതാണ് സംഭവം. ഞാനൊരു KSRTC ഡ്രൈവറാണ്. എന്റെ വണ്ടി കൊണ്ട് വട്ടം വെച്ചു. അല്ല ഇതിപ്പോ എന്നെ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അവിടെ പോയി കണ്ടാൽ കേട്ടാൽ മതി. നാട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടാവും. അത് ഞങ്ങൾ തീർത്തോളാം. മനസ്സിലായോ? ഞാനിവിടുന്ന് പോണെന്നാണോ പറയുന്നത്? പിന്നല്ലാതെ ഇവിടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നിട്ട് ഞാനിവിടുന്ന് ഒരു കാര്യം, ഞാൻ ഫോട്ടോ എന്താന്നുള്ള കാണിക്കട്ടെ. ഇത് കണ്ടില്ലേ? അല്ല അതൊന്ന് വാട്സാപ്പ് ചെയ്ത് കൊടുത്തേ. അവിടുന്ന് ഇങ്ങോട്ട് കിടക്കും. എല്ലാരും കണ്ടത് അവിടെ വരട്ടെ. വലിയ വീഡിയോ കോളും കാര്യങ്ങളും ഉണ്ടല്ലോ. ഇതാണ് സംഭവം. ഒരു മിനിറ്റ് ഒന്ന് മാറിക്കൊടുക്കും. കാണണോ? അല്ല ഞാൻ അവിടെ നിന്ന് കണ്ടോളാം. കണ്ടോളല്ലോ. എന്റെ അമ്മേ നോക്ക്, പെഞ്ഞാറ് മൂട് മുതൽ ഞാൻ പുറകെ ഉണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിക്കൂടെ? വളയം പിടിക്കുന്ന ഡ്രൈവറെ വളയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നല്ലേ? അത് പറയണ്ടേത്. എനിക്കങ്ങനെ ആൾക്കാരെ വെച്ചോണ്ട് തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? വണ്ടി എവിടെയെങ്കിലും പോയി കയറൂലേ? പ്രേമിക്കാനല്ല പറഞ്ഞത്. ഞാൻ ഹോൺ അടിച്ചിട്ട് എന്തുകൊണ്ട് എനിക്ക് സൈഡ് തന്നില്ല? ഞാൻ ഓടിക്കണ KSRTC ബസ്സാണ്. KSRTC ബസ് സൈഡും കൊടുക്കൂല, സ്റ്റോപ്പിൽ നിർത്തത്തൂല. അത് ഞങ്ങളുടെ ഒരു നിഘണ്ടുവിലില്ല അങ്ങനെ ഒരു സംഭവം. ആണാ? ടിക്കറ്റ് എടുത്താൽ ബാലൻസ് തരൂല, അതും നിഘണ്ടുവിലുണ്ടായിരിക്കും. അല്ല അത് നിഘണ്ടുവിലുണ്ട്, പക്ഷെ ബാഗിൽ ചില്ലറ ഉണ്ടാവില്ല. അതാ ആണല്ലേ? എന്തൊക്കെ പറഞ്ഞാലും എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. ഒന്നുമില്ല, നിങ്ങളുടെ വണ്ടി അവിടെ നിന്ന് മാറ്റണം. ഞാൻ വണ്ടി എടുത്ത് മാറ്റൂല. വണ്ടി എടുത്ത് മാറ്റിയാലേ എനിക്ക് യാത്രക്കാരെ കൊണ്ട് പോകാൻ പറ്റൂലെന്ന് പറഞ്ഞില്ലേ? ഞാൻ ആരെന്ന് നിങ്ങൾ അറിയാമോ? ഈ മുഖം നോക്കി പറയാനായിട്ട് ഞാൻ ജോത്സനല്ല, ഡ്രൈവറാ. എടോ എന്റെ പൊസിഷൻ അറിയാമോ? പൊസിഷനൊക്കെ അറിയാം, പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? എടോ എന്റെ പ്രൊഫഷൻ എന്താണെന്ന് അറിയാമോ? അറിയാന്നേ, ഞാൻ പറഞ്ഞല്ലോ അറിയാം. അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം? മനുഷ്യനെ ഉണ്ടാവൂലോ? ഞാൻ പേര് കേട്ട ഒരു ലോയറാണ്. ലോയർ ആയിരുന്നല്ലേ? അയ്യോ, ഞാനോർത്ത് മേയർ ആയിരിക്കും. അപ്പൊ ഇവർക്ക് നിയമങ്ങളൊക്കെ അറിയാം. അതെ അതെ, നിയമങ്ങൾ അങ്ങോട്ട് കൊണ്ട് നമ്മുടെ വണ്ടിക്ക് കൊണ്ട് വട്ടം വെച്ചേക്കുവാ. നിയമങ്ങൾ അതല്ല, അങ്ങനെ സംസാരിക്കരുത്. അല്ലല്ല, അങ്ങനെ സംസാരിക്കരുത്. അങ്ങനെ പറയുന്നു. തന്റെ ഹോണടി ഒന്ന് നിർത്തുവോ? ഹോണടിച്ചതല്ല, ഞാൻ റേസ് ആയതാണ്. എടോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരു ലോയറാണ്. എന്നെ താൻ നിയമം പഠിപ്പിക്കാൻ വരണ്ട. എടോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ബസ്സിൽ ഇത്രയും സ്റ്റിക്കർ ഒട്ടിച്ചു കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും കാണുന്നില്ല ഇത്രയും സ്റ്റിക്കർ? നമ്മൾ പാവങ്ങളുടെ വണ്ടിയിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ MVD ആയി, പെറ്റിയായി, ഫൈനായി. അതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലേ? അല്ല, അത് സ്റ്റിക്കർ വിളിക്കാൻ പറയല്ലേ. ഒന്നാമത്തെ കാര്യം, ആ സ്റ്റിക്കർ മേലാണ് ബസ് നിൽക്കണം. ആ സ്റ്റിക്കർ വിളിച്ചിട്ട് നിക്കറിടാത്ത പിള്ളേരെ പോലെ മൊത്തം ഊട്ടാണ് അതിന്. അതാണ്, അത് കാണരുതല്ലോ. തുരുമ്പ് എന്ത് പറഞ്ഞാലും ഉണ്ട് ഒരു ന്യായമുണ്ട്. പിന്നെ എടോ താൻ മദ്യപിച്ചിട്ടുണ്ടോ? മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ലല്ല. സത്യം പറ, മദ്യപിച്ചിട്ടുണ്ടോ? മാഡം, ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ മദ്യപിക്കാറില്ല. ആകെ ഉള്ള ദുശ്ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂൾ ഡ്രിങ്ക്സ് എടുക്കും, പിന്നെ കപ്പലണ്ടി ഉണ്ടാവും. വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് കപ്പലണ്ടി എടുത്ത് കുറിക്കും, കൂൾ ഡ്രിങ്ക്സ് കുടിക്കും. കുറച്ച് കപ്പലണ്ടി എടുത്ത് കുറിക്കും, കൂൾ ഡ്രിങ്ക്സ് കുടിക്കും. കപ്പലണ്ടി, കൂൾ ഡ്രിങ്ക്സ്, കപ്പലണ്ടി. അപ്പൊ ആരോടോ വണ്ടി ഓടിക്കണാരാ? അതാ ഞാൻ ചോദിക്കുന്നത്. ഈ വണ്ടി എന്ന് പറയുമ്പോ നമ്മൾ സ്ഥിരം ഓടിക്കുന്ന സാധനമല്ലേ, അവൻ അത് കൊണ്ട് സ്പോട്ടിൽ നിർത്തിക്കോളും. ഈ കഴിഞ്ഞ ദിവസം വണ്ടി എന്നോട് പറയണ്ട, വണ്ടി പത്തനംതിട്ട എത്തി എഴുതിയേക്കാൻ. അതാ സ്ഥിരം ഓടണം. വിരിച്ചേട്ടാ, എന്ത് സേഫ്റ്റിയാണ് വിരിച്ചേട്ടാ? ഇയാളുടെ വണ്ടിയിൽ ഇരിക്കുന്നവർക്ക് എന്ത് സേഫ്റ്റിയാണുള്ളത്? അത് മാത്രമൊന്നുമല്ലെന്ന്, ഇങ്ങനെ എന്നെ നോക്കി ചേഷ്ടയൊക്കെ കാണിച്ചു. ഞാൻ വണ്ടി പുറകെ ഹോണടിച്ചപ്പോ ഞാൻ കേറിപ്പോക്കോളം പറഞ്ഞു. ഇവരോർത്ത് ഞാൻ ഇവരെ കൂടെ പുറക്കാൻ വിളിച്ചതാണ്. ചേട്ടൻ കാണിച്ചിട്ട് ചേട്ടനോട് ചോദിക്കും. ചേട്ടൻ കാണിച്ചെന്നല്ല പറഞ്ഞത്, താൻ എന്നെ നോക്കി ചേഷ്ട കാണിച്ചു. അതിനുള്ള തെളിവുണ്ട്. ഇങ്ങനെ വണ്ടിയിലെ മെമ്മറി കാർഡ് തരാൻ പറഞ്ഞു. മെമ്മറി കാർഡൊന്നും ഞാൻ തരൂല. ഈ മെമ്മറി കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ബസ് ഓടിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ ബസ്സിലെ. അത് കഴിയുമ്പോൾ ഞാൻ അങ്ങ് ഊരിയെടുക്കും. കാരണം ഞാൻ കുറച്ച് പാട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അത് തന്നെ ഇവർക്ക് മെമ്മറി കാർഡ് കൊടുത്താൽ ശരിയാവില്ല. ഇവരുടെ മെമ്മറി പോകും അത് കണ്ടു കഴിഞ്ഞാൽ. നിങ്ങൾ ഇങ്ങനെ ഇരിക്കാതെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുക. ഒന്നുകിൽ ആ മെമ്മറി കാർഡ് എനിക്ക് കിട്ടണം, എന്നാലേ ഞാൻ വണ്ടി അനക്കുള്ളൂ. നീ മാറിയ ഒരാളാണ്. നിങ്ങൾ പറ, മെമ്മറി കാർഡ് ഞാൻ അങ്ങനെ കൊടുക്കും. ഇപ്പൊ നിങ്ങളുടെ ഇത് സംഭവം എന്താ മൊബൈലിലൊക്കെ വന്ന് കേട്ടാ? എന്തോ ചെയ്യണ്ടേ ഇപ്പൊ? അല്ല, ഇതിപ്പോ വൈറലായി ആണല്ലോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു അണ്ടർസ്റ്റാൻഡിൽ എത്താം. പക്ഷെ ഈ വൈറലായതിന് ഇപ്പൊ എങ്ങനെ ഇത് ഇപ്പൊ എന്തൊരു പരിഹാരം? ഇത് വേറെ എന്തെങ്കിലും ഒരു കാര്യം ഇതിന്റെ മേളിൽ ഒരു സംഭവം ഉണ്ടായിട്ട് അത് വൈറലാവണം. അപ്പൊ ഇത് തെഞ്ഞു വാങ്ങി പോകും. ആ സമയത്ത് ഇത് മുങ്ങിപ്പോക്കോളൂ, ആരും മൈൻഡ് ചെയ്യല്ല. അതുവരെ ഇത് ഞങ്ങൾ ഇങ്ങനെ അനുഭവിക്കണം. അപ്പൊ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് പ്രാർത്ഥിക്ക്, എന്തേലും വന്ന് വൈറലാവണേ. പക്ഷേ എന്റെ തീരുമാനത്തിൽ ഞാൻ മാറൂല. ഞാൻ വണ്ടി എന്തെങ്കിലും ഒന്ന് വൈറലാക്കാൻ എന്തെങ്കിലും വിടാറുണ്ടോ? സംഭവം നോക്കാം.
എന്തെങ്കിലും ചീറ്റണ സാധനം വിട്ടോ നോക്കാം. കേട്ടോ അതെ, അതെ. അതൊക്കെ ഒന്ന് ഒരാഴ്ച കൊണ്ട് രക്ഷപ്പെടുത്തി തന്നേക്കണേ പക്ഷെ തന്റെ വണ്ടി വണ്ടി ഞാൻ- മാറ്റില്ല. വണ്ടി ഞാൻ- ഞാൻ പോയി താൻ പെണ്ണായി വേണം അങ്ങോട്ട് വണ്ടി ഞാൻ മാറ്റണ പ്രശ്നമില്ല